രാജ്യത്ത് ആശ്വാസം നിറഞ്ഞ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷാതിക്രമം, വിദ്വേഷ കൊലപാതകങ്ങൾ കൂടുന്ന ഒരു പശ്ചാത്തലം. ഞെട്ടിക്കുന്ന ഒരു കണക്ക്, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 4 മുസ്ലിങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. 2 പേർ ബീഹാറിലാണ്, ഒരാൾ ഹരിയാനയിലാണ്, ഒരാൾ യുപിയിലാണ്. 4ഉം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. 4ഉം വിദ്വേഷ കൊലകളാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അത് എങ്ങനെ വീണ്ടും ഇങ്ങനെ കൂടുന്നു എന്നതാണ് നമ്മൾ അവസാനമായി സംസാരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ആദ്യം അജിംസിലേക്ക്. അജിംസ്, എന്താണ് വീണ്ടും ഇങ്ങനെ വിദ്വേഷ കൊലപാതകങ്ങൾ കൂടാനുള്ളൊരു സാഹചര്യം? ഈ സാഹചര്യം വഷളാകാനുള്ളൊരു ഏറ്റവും പെട്ടെന്നുണ്ടായ കാരണങ്ങൾ എന്താണ്? അത് വിദ്വേഷ പ്രചാരണമാണ്, ഹേറ്റ് സ്പീച്ചാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതിൻ്റെ ഒന്ന് ഈ മോബ് കൾച്ചർ എന്ന് പറയുന്ന ആൾക്കൂട്ട സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അന്തർലീനമായ ഇന്ത്യൻ കൾച്ചറിലുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ. ഇപ്പോൾ ഒരാൾ വഴിയിൽ നിന്ന് വേറെ ആൾ തല്ലുവാണ്, എന്തോ കാര്യത്തിന് അയാൾ നിന്ന് തല്ലുകൊള്ളുവാണ്. ആ വഴിയെ പോകുന്ന ആൾ മുഴുവൻ വണ്ടി നിർത്തി വന്നിട്ട് അടിച്ചിട്ട് പോകും. എന്താ കാരണം പോലും ചോദിക്കില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആൾ സ്കൂട്ടർ നിർത്തും, വന്ന് അടിച്ചിട്ട് സ്കൂട്ടർ കയറി പോകും. അപ്പോൾ ഈ ഒരു മോബ് കൾച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന പ്രശ്നമാണ്. ആ വയലൻസ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ആ വയലൻസിൻ്റെ കൂടെയിലേക്ക് ഹേറ്റ് കൂടി വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ബീഹാറിൽ റോഷ്ന ഖാത്തൂൻ എന്ന് പറയുന്നൊരു സ്ത്രീയെ അടിച്ചു വന്നു. ആ സ്ത്രീ നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അവർ എന്തോ ഒരു ലോക്കൽ ഡിസ്പ്യൂട്ട് പരിഹരിക്കാൻ വേണ്ടി ഗ്രാമമുഖ്യ ഒരു സ്ത്രീയാണ്, അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിച്ചു തരണമെന്ന് പറയുമ്പോൾ അവർ ഒരു പ്രകോപനമില്ലാതെ അവരുടെ മകൻ അവരെ പിടിച്ചൊരു തുണി കെട്ടിയിട്ട് മർദ്ദിക്കുകയാണ്. ഒരു പ്രകോപനമില്ലാതെ. എന്തിനാണ് അവരെ മർദ്ദിക്കുന്നതിലും അവർക്കറിയില്ല. അവർ നിർത്താൻ പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്നുണ്ട്. ഇവർ നോമ്പെടുത്തേക്കാണ്, എനിക്ക് കുറച്ച് വെള്ളം താ, ഞാൻ മരിക്കാൻ പോകണം, എനിക്ക് കുറച്ച് വെള്ളം തരുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആൽക്കഹോളിൽ പശുവിൻ്റെ മൂത്രം കലർത്തി കൊടുക്കുന്നു. അവിടെയാണ് ഈ ഹേറ്റ് സ്പീച്ചിൻ്റെ പ്രശ്നം. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇനി അവരെന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയെന്ന് കരുതുക. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഗോമൂത്രം കലർത്തി കൊടുക്കുന്നതിനായിരിക്കും. അതായത് ഹേറ്റ്രഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സിരകളിലൂടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഇത് ബീഹാറിൽ നടന്ന സംഭവമാണ്, മധുബനിയിൽ. ഇത് ബീഹാറിൽ മാത്രം ഒതുങ്ങുന്ന സംഭവമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു തവണ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ആൻറ്റിവേനം ഇല്ല. പാമ്പിൻ വിഷമാണെങ്കിൽ നമുക്ക് ആൻറ്റിവേനം കൊടുക്കാം. ഇത് എന്താണ് ആൻറ്റിവേനം? ഇത് മനുഷ്യർ കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് ഓരോ ഇന്ത്യക്കാരുടെയും സിരകളിൽ, എൻ്റെയും സൈഫുവിൻ്റെയും ജിമ്മിയുടെയൊക്കെ സിരകളിൽ ഇത് ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണത്. നമ്മളത് അവഗണിക്കുന്നുണ്ടാവും. ഇത്തരം ഹെയ്റ്റ് അവഗണിക്കും. കുറേ കഴിയുമ്പോൾ ഇത് നോർമലാവും. ഇത് അത്ര പ്രശ്നമല്ല. മുമ്പൊക്കെ നമുക്കൊരു ഹെയ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയോ ഒരു പ്രഭാഷണമോ പ്രസംഗമോ കറപ്പ് തോന്നുമായിരുന്നു. നമുക്കതിനോട് എന്തോ ഒരു പ്രശ്നം. ഇന്നങ്ങനെയല്ലല്ലോ. ഇന്നത് നോർമലാണ്. നമുക്കത് കാണുമ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. നമ്മളത് ഇഗ്നോർ ചെയ്യുന്നുണ്ടാവും, നമ്മളത് ബാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടാവും. ഈ നോർമൽസിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെയൊക്കെ ആവാം എന്ന് തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ഒരു ഛത്തീസ്ഗഡുകാരനായ ഒരു തൊഴിലാളിയെ ഇതുപോലെ മോബ് തല്ലിക്കൊന്നു. നമ്മൾ ഞെട്ടിയോ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയോ? ഇത് നമ്മുടെ നാട്ടിലാണല്ലോ നടന്നത്, ഉത്തരേന്ത്യയിലല്ലല്ലോ. നമ്മളുടെ ഉറക്കം നഷ്ടപ്പെട്ടോ? നമുക്ക് ആ മനുഷ്യൻ്റെ ദയനീയ മുഖം ഓർത്തിട്ട് നമുക്ക് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? സാധാരണ മലയാളികൾ അങ്ങനെ ചെയ്യേണ്ടതല്ലേ? മലയാളികൾ ഒന്നടങ്കം അപലപിക്കേണ്ട ഒരു സംഭവമല്ലേ അത്? നമ്മുടെ നാട്ടിൽ അങ്ങനെ നടന്നല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് നോർമലാവും. ഈ വിഷമകത്ത് നമ്മുടെയും ഉള്ളിൽ ഈ വിഷമുണ്ട്. നമുക്കത് ഞെട്ടലുണ്ടാക്കാത്തതിന് കാരണം ഈ വിഷം നമ്മുടെ ശരീരത്തിലുമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഞെട്ടലുണ്ടാക്കാത്തത്. അപ്പോൾ ഈ മോബ് കൾച്ചറുള്ള, മോബ് വയലൻസ് നേരത്തെയുള്ള ഉത്തരേന്ത്യയിൽ അത് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഇപ്പോൾ ബീഹാറിലെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര UPയിലെയോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെയോ ഹരിയാനയിലെയോ പോലെ അത്ര പ്രശ്നമുള്ള ഗ്രാമങ്ങളല്ല. അവിടെ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയും നടക്കുന്നു എന്നുള്ളത് പറഞ്ഞാൽ അവിടെ തുടങ്ങുകയാണ് വീണ്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ അവിടെ BJP ആണ് ഭരിക്കുന്നത്. BJPക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബീഹാറിൽ ആദ്യമായിട്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷി അവരുടെ മുഖ്യമന്ത്രി വരാൻ പോവാണ്. അപ്പോൾ ഇതിങ്ങനെ തുടങ്ങുന്നു. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. അത് തമ്മിലും ബന്ധമുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യാനുള്ള ആത്മവിശ്വാസം ആൾക്ക് കൂടുതൽ വരുന്നു, കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നു. നിതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിന്നോക്കക്കാരുടെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്കക്കാരുടെ വോട്ട് കൊണ്ട് പിടിച്ചു വന്നൊരു പാർട്ടിയാണ് JDU എന്ന് പറയുന്നത്. അത്ര ശക്തമായ പാർട്ടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താ കാണുന്നത്? അദ്ദേഹത്തെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറക്കി വിടുന്നു. ഉപമുഖ്യമന്ത്രിയായി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇല്ല. നിതീഷ് കുമാറിൻ്റെ മകൻ്റെ ഒരു വീഡിയോ വളരെ വൈറലാണ്. അത് ഈ മനുഷ്യൻ ഒരു മീറ്റിങ്ങിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല. അതൊരു മദ്യപിച്ച ആൾ, മയക്കുമരുന്ന് കഴിച്ച ആൾ എങ്ങനെയാണോ പെരുമാറുന്നത്, അത് ഭയങ്കര പ്രശ്നമാണ്.
കാരണം ഇയാൾ ഇതുവരെ പബ്ലിക് ലൈഫിൽ വന്നിട്ടില്ലാത്ത ഒരാളാണ്. അയാളെ ആർക്കും അറിയില്ല. ഇതാ നിതീഷിൻ്റെ മകൻ എന്ന് പറഞ്ഞൊരു ഇതുമാണ്. അയാളിങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു. അത് ഭയങ്കരമായ ആ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുകയാണ്. നിതീഷും ഈ അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ നേതാവായിരുന്ന ഒരാളെ ഇറക്കി വിടുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ഉപമുഖ്യമന്ത്രിയായിട്ട്. എന്നിട്ട് BJP അധികാരത്തിൽ വരുവാണ്. ഇതെല്ലാം ആ സൊസൈറ്റിയിലൂടെ സന്ദേശം വേറെയാണ്. ഈ ഭഗൽപൂർ കലാപം ഉൾപ്പെടെയുള്ള കലാപങ്ങൾ നടന്ന സ്ഥലമാണ് ബീഹാർ. അവിടുത്തെ ഗ്രാമങ്ങളിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു തരത്തിലുള്ള ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ ഒരു സ്ത്രീയെ തല്ലിക്കൊല്ലുന്നു. UP-യിൽ മറ്റൊരു സംഭവം ഉണ്ടാകുന്നു. UP-യിൽ ഒരു 13 വയസ്സുകാരനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു. അത് കൊന്നത് അവൻ്റെ തന്നെ സഹപാഠിയാണെന്ന് പറയുന്നു. അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാണ്, നോമ്പെടുത്തുകൊണ്ട് തന്നെയാണ് പോയത്. പോകണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞതാണ്. എന്നിട്ടും കൂട്ടുകാരുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ പോയതാണ്. അപ്പോൾ അബദ്ധത്തിൽ പൊട്ടിയ പോയിന്റ് ബ്ലാങ്കിൽ ഒരിക്കലും അബദ്ധത്തിൽ പൊട്ടില്ലല്ലോ. ഒന്നുകിൽ നെറ്റിയിൽ വെച്ചിട്ട് അബദ്ധത്തിൽ പൊട്ടണം. നെറ്റിയിൽ വെക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമല്ലോ. അതാണ് അവർ ചോദിക്കുന്നത്. മറ്റൊരിടത്ത് UP-യിൽ നടക്കുന്ന സംഭവം, സൈക്കിളിൽ സ്വന്തം കടയിലേക്ക് പോവുകയാണ് ഒരു വൃദ്ധനായ മനുഷ്യൻ, 70 വയസ്സിന് മുകളിലുണ്ട് അയാൾക്ക്. അപ്പോൾ ഒരാളുടെ വീട്ടിൽ എന്തോ ഒരു സാധനം മോഷണം പോയതിൻ്റെ പേരിൽ ആ വീട്ടുകാരിൽ നിന്ന് ബഹളം വയ്ക്കുകയാണ്. ആർക്കെതിരെ ബഹളം വയ്ക്കുക. അപ്പോൾ ഈ മോഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ആൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് എന്ന് കരുതി ഇവർ മൊത്തം കമ്മ്യൂണിറ്റിയെ തെറി വിളിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ആ മോഷ്ടിച്ച ആളെ കണ്ടുപിടിച്ച അയാളെ ശിക്ഷിക്കും, നിയമനടപടി സ്വീകരിക്കും, എന്തിനാണ് കമ്മ്യൂണലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ചോദിക്കുന്നു. അയാളെ പിടിച്ച് തല്ലിക്കൊല്ലുന്നു. അത് ഈ പാര പോലുള്ള സൗണ്ട് അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. അത്രയും പ്രായമായ ഒരു മനുഷ്യൻ. ഇതൊരു നോർമലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഹെയ്റ്റ് നമ്മുടെ സിരകളിലൂടെ, രാഷ്ട്ര ശരീരത്തിലൂടെ പ്രസരിക്കുന്ന ഹെയ്റ്റിന് ആൻറ്റിവനം കണ്ടുപിടിച്ച് അത് കുത്തിവെച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു നൂറ്റാണ്ട് കഴിയുമായിരിക്കും. പക്ഷെ അത് നടന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഇത് ഒരു നിയോ നോർമലായി മാറും. അതിൽ നമുക്ക് ഒരു ഞെട്ടലും ഉണ്ടാവില്ല. ആരും ഞെട്ടാറില്ല. രാഷ്ട്രീയക്കാരും ഞെട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ രാഷ്ട്രീയക്കാർ പോലും ഞെട്ടുന്നില്ല, നമ്മളും ഞെട്ടുന്നില്ല, മലയാളികളും ഞെട്ടുന്നില്ല. ആ ഞെട്ടലൊക്കെ അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ചേട്ടാ, നമുക്ക് മുമ്പ് മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ടപ്പോഴും പെഹ്ലൂ ഖാൻ കൊല്ലപ്പെട്ടപ്പോഴും ഒക്കെ നമുക്കത് വലിയ വാർത്തയായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 4 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്തെന്തോ അതൊരു വലിയ ചർച്ചയല്ല. ഈ 4 ആയതുകൊണ്ടാണ് അതൊരു വാർത്തയെങ്കിലും ആയത്. എന്നാലിപ്പോൾ ഒറ്റയ്ക്കായിരുന്നെങ്കിലോ ആഴ്ചയിൽ ഒന്നായിരുന്നെങ്കിലോ ഇത് വരില്ല, അല്ലെങ്കിൽ അത് ഇങ്ങെത്തില്ല. നേരത്തെ അജിംസ് പറഞ്ഞാൽ അത് ന്യൂ നോർമലാണ്. എന്തൊക്കെയാണ് ന്യൂ നോർമലായി മാറിയിരിക്കുന്നത്? നോൺ വെജിറ്റേറിയൻ മഹാമോശമാണ്, അത് കഴിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഒരു പരിധി കടന്ന് ഒറീസയിലെ ഒരു ജില്ലാ കളക്ടർ, ഞാൻ ഒരിക്കൽ നമ്മുടെ ഈ ചർച്ചയിൽ ഞാനത് വായിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ ജനുവരി 26 ഈ ജില്ലയിൽ ഇറച്ചി, മീൻ, മാംസം, മുട്ട ഇതിൻ്റെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നു. എന്താ കാരണം? അത് വളരെ പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച്, റിപ്പബ്ലിക് ഡേ ദിനം പ്രമാണിച്ച് പറ്റില്ല. ഒരു ഉത്സവം വരുമ്പോൾ പള്ളികൾ പടുതായിട്ട് മൂടുകയാണ്. ഉത്സവത്തിന് ദിവസം ആ ഏരിയയിലാരും ഇറച്ചിയും മീനൊന്നും വിൽക്കാൻ പാടില്ല. ഇങ്ങനെ ഇത് മുഴുവൻ നോർമലായി കഴിഞ്ഞു. അതിനെന്താ കുഴപ്പം? ഇതൊരു ഈ ആദ്യമായി കമ്മ്യൂണൽ കലാപങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പള്ളികൾ പടുതായിട്ട് മൂടുന്നത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ അത് വാർത്തയല്ല, ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മീഡിയയിലൊക്കെ ഇത് കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് അത് കണ്ടപ്പോൾ ശ്രദ്ധിച്ചു, ശരിയാണല്ലോ, ഇത് വലിയ വാർത്തയായിരുന്നല്ലോ മുമ്പ്, ഇപ്പോൾ എന്താ? ഇല്ല, അതങ്ങനെയായി. നോൺ വെജ് കഴിക്കുന്നവരെല്ലാവരും വിൽക്കുന്നവരെല്ലാം മഹാകുഴപ്പക്കാരാണ്. ഈ ഇന്നത്തെ ഈ നടന്ന 4 ഹെയ്റ്റ് ക്രൈമുകളിൽ ഒരെണ്ണം പശുവിനെ കടത്തി എന്നാരോപിച്ച് തല്ലിക്കൊന്ന ഒരു ചെറുപ്പക്കാരനാണ്. എത്ര എണ്ണം നിങ്ങൾ നോക്കൂ. ഈ പശുക്കടത്ത് പിടിക്കാൻ പോകുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഹീറോയിക് ആയിട്ടുള്ള എത്ര വീഡിയോസ് ഉണ്ടല്ലോ. ഈ വണ്ടി ഇങ്ങനെ പാഞ്ഞു പോകുമ്പോഴത്തേക്ക് എന്തോ മുള്ളുള്ളൊരു സാധനം ഇങ്ങനെ റോഡിലേക്ക് എറിഞ്ഞിടും. ഈ വണ്ടി ഒന്ന് സ്കിഡായിട്ട് പോകുമ്പോൾ കയറി തപ്പുകയാണ്. ഉണ്ടെങ്കിൽ തല്ലും, ഇല്ലെങ്കിൽ വിട്ടുപോകും. പക്ഷേ വണ്ടി അവിടെ കിടക്കും. ഇത് മുഴുവൻ നമ്മളെല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞു. മതം മാറിയവർ ഈ ഗ്രാമത്തിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചൊരു സ്ഥലമാണ്. അത് കോടതി വെപ്പം കോടതി പോലും ഈ പരാതിക്കാർക്ക് അനുകൂലമായിട്ടല്ല പെരുമാറിയത്. ഇനി എന്താ വേണ്ടത്? ഇത് സ്തോഭജനകത്തിന് കുറച്ചുകൂടെ വലിയ പാരാമീറ്റർ വേണം. ഒരു 10 പേരെങ്കിലുമൊക്കെ അടുത്ത പ്രാവശ്യം ചർച്ച ചെയ്യണമെങ്കിൽ ഒരു 10 പേരെങ്കിലും വേണം. ഇല്ലെങ്കിൽ ഇത് വാർത്തയാകുന്നില്ല എന്നൊരു ഘട്ടത്തിലേക്ക് വരുന്നു. നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് മഹാമോശമാണ് എന്ന് വരുന്നു. അവിടെയാണ് നമുക്ക് പൊറോട്ടയും ബീഫിനെയൊക്കെ ആഘോഷിക്കേണ്ട ഒരു അവസ്ഥ. ഇപ്പം വെജിറ്റേറിയനായ ആളുകൾ പോലും കേരളത്തിൽ ഇതിനെതിരെ രംഗത്ത് വന്നു. ഈ സിനിമയ്ക്കെതിരെ, കേരള സ്റ്റോറി 2 അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമായതുകൊണ്ടാണ്. അങ്ങനെ ആഘോഷിക്കാനും അങ്ങനെ പ്രതിഷേധിക്കാനും ഒരു കേരളമേ ബാക്കിയുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലെല്ലാം ബീഫ് ഭയങ്കര കുഴപ്പമാണെന്നേ. മുമ്പ് ഓർക്കുന്നില്ലേ, ഡൽഹിയിൽ കേരള ഹൗസിൽ ബീഫ് എന്ന് എഴുതി വെച്ചതിന്
ആളുകൾ കയറി പ്രശ്നം ഉണ്ടാക്കി. അവസാനം ബീഫ് മാറ്റിയിട്ട് വേറെന്തായിരുന്നു പശു എന്നുള്ളത് മാറ്റിയിട്ട് വേറെ രീതിയിൽ അത് എഴുതി തിരുത്തുകയാണ് ചെയ്തത്. അതോടുകൂടി സത്യത്തിൽ നമുക്ക് അന്നാണ് മനസ്സിലാകുന്നത് ഡൽഹിയിൽ വളരെ അപൂർവമായി ഇങ്ങനെ ബോർഡ് എഴുതി വയ്ക്കുന്ന ബഫല്ലോ എന്നാക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ബാക്കി എല്ലായിടത്തും എന്നേ ഇങ്ങനെ ആയിക്കഴിഞ്ഞു. ഇപ്പം നോർത്ത് ഇന്ത്യ മുഴുവൻ അങ്ങനെ ആയിക്കഴിഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ടും അത് അങ്ങനെ ആയിക്കഴിഞ്ഞു. നിങ്ങൾക്ക് റിപ്പബ്ലിക് ദിനത്തിൽ ഇത് കഴിക്കാൻ പാടില്ല, ഇത് വിൽക്കാൻ പാടില്ല എന്ന് ഓർഡർ ഇറക്കാനുള്ള ധൈര്യം പോലും എത്തിയിരിക്കുന്നു ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തിന്. അതിൽ കൂടുതൽ എന്താണ് സംഭവിക്കാനുള്ളത്? മതം മാറിയവർ ഈ ഗ്രാമത്തിലേക്ക് വരണ്ട എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൽ കോടതിയിൽ ചെല്ലുമ്പോൾ കോടതിയിൽ നിന്നൊരു അനുകൂലമായൊരു ഒരു നിലപാട് കിട്ടുന്നില്ല. ഇതിൽ കൂടുതൽ എന്താ സംഭവിക്കാനുള്ളത്? മതം മാറ്റത്തിൻ്റെ പേരിലും മതം മാറിയെന്ന് ആരോപിച്ചുമൊക്കെ ആളുകളെ അടിച്ച് നശിപ്പിച്ച് നമ്മൾ കണ്ടതല്ലേ, ഒരു ചാണകം ഒരാളെ കൊണ്ട് തീറ്റിക്കുന്നതിൻ്റെ ഫോട്ടോ പുറത്ത് വന്നല്ലേ. നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നോട്ട് നോർമൽ എന്ന് പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഒരുപക്ഷെ കലാപങ്ങൾ ബാക്കിയുണ്ടാവും. അതും കൂടെ നോർമലാകുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ നടന്നെടുക്കാനുള്ള എല്ലാ സാധ്യതയും ഈ പുതിയ സാഹചര്യത്തിലുണ്ട്. എന്തിന്? ഇപ്പോൾ ഇറാൻ മുസ്ലിം രാഷ്ട്രമാണെന്നും ഇസ്രായേൽ മുസ്ലിങ്ങളല്ലെന്നും ക്രിസ്ത്യാനികളാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനും ഇറാനെ എതിർക്കാനും, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇതിനകത്ത് ഇറാൻ എവിടെയാണെന്നോ ഇസ്രായേൽ എവിടെയാണെന്നോ എന്താണ് പ്രശ്നം ഇതൊന്നും വിഷയമല്ല. അതൊരു മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ ഇസ്രായേൽ ക്രിസ്ത്യാനികളുമായി എന്തോ ബന്ധമുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തോ ഒരു കണക്ഷനുണ്ട്. അവിടുത്തെ ജൂതന്മാർക്ക് കണ്ടുകൂടാത്ത ഒന്നാമത്തെ വിഭാഗം ക്രിസ്ത്യാനികളാണെന്നുള്ളത് വേറൊരു തമാശ. പക്ഷേ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു രീതി, നമ്മുടെ ഒരു അവസ്ഥ. അതുകൊണ്ട് ഒരു കലാപത്തിനപ്പുറം അതിനിപ്പുറമുള്ള ബാക്കിയെല്ലാം നോർമലായി കഴിഞ്ഞു എന്നാണ് സങ്കടത്തോടെ പറയേണ്ടത്.